ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടുന്ന് ഒരു ഊബർ ഓട്ടോയും ബുക്ക് ചെയ്ത് രാവിലെ തന്നെ ഡൽഹി കാണാൻ ഇറങ്ങി. വേസ്റ്റുകളൊക്കെ അങ്ങിങ്ങായി വലിച്ചെറിഞ്ഞ് നിർത്താതെ വണ്ടികളുടെ ഹോണുകൾ മുഴങ്ങി കേൾക്കുന്ന യൂഷ്വൽ ഇന്ത്യൻ നഗര കാഴ്ചകളാണ് ഞങ്ങൾ ആദ്യം കണ്ടത്. റോഡിൽ നിന്ന് തിരിഞ്ഞ് മെയിൻ റോഡിലേക്ക് കയറിയപ്പോൾ സീൻ ആകെ മാറി. നോക്കിയേ, എന്താ റോഡ്, എന്താ വൃത്തി! ശരിക്കും ഒരു ചെറിയ ഡീവിയേഷൻ എടുത്തപ്പോൾ വന്ന വ്യത്യാസേ ഞങ്ങൾ അതിശയിച്ചു പോയി. ഇതാണ് ഡൽഹിയിലെ ഫേമസ് കൊണാട്ട് പ്ലേസ്. ഇന്ത്യ ഗേറ്റ് കാണാനാണ് ഈ പോകുന്നത്. വലിയ ട്രാഫിക് ബ്ലോക്കൊന്നും കിട്ടിയില്ല. നഗരഹൃദയ ഭാഗങ്ങളൊക്കെ ഭംഗിയായി പരിപാലിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്ത്യ ഗേറ്റിൻ്റെ എൻട്രി പോയിന്റിലെത്തി. ഇവിടുന്ന് ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ട്. അവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ചരിത്രവും നിർമ്മാണ ടെക്നിക്സും എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം വായിച്ച് കുട്ടി വിഹാന പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ ഇന്ത്യ ഗേറ്റിനടുത്തേക്ക് നടന്നു നീങ്ങി. ലോകത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളിലൊന്നാണ് ഇന്ത്യ ഗേറ്റ്. ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സൈനികരുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി 1931 നിർമ്മിക്കപ്പെട്ട ഒരു സ്മാരകമാണിത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഇന്ത്യൻ സേനയുടെ ഒരു യുദ്ധസ്മാരകം ഇതിനുള്ളിൽ സ്ഥാപിച്ചു. അമർ ജവാൻ ജ്യോതി എന്നാണ് ഈ സ്മാരകം അറിയപ്പെടുന്നത്. ഡൽഹിയിലെ പ്രധാന പാതയായ രാജ്പഥിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ ആദ്യ നാമം അഖിലേന്ത്യാ യുദ്ധസ്മാരകം എന്നായിരുന്നു. ഇതിൻ്റെ ശില്പി എഡ്വിൻ ല്യൂട്ടൻസ് ആണ്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുടക്കമായി 1921 ഫെബ്രുവരി 10 തറക്കല്ലിടൽ നടന്നു. 1931 പണി പൂർത്തിയായി. യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ പേരുകൾ ഇതിൻ്റെ ചുവരിൽ കുത്തിവെച്ചിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും ഒരു ഊബർ ഓട്ടോ ബുക്ക് ചെയ്ത് കുത്തബ് മിനാർ കാണാനായി തിരിച്ചു. വഴിയോരങ്ങളെല്ലാം ചെടികളൊക്കെ നട്ട് ഭംഗിയാക്കി വച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കുത്തബ് മിനാർ എത്തി. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാറാണ് കുത്തബ് മിനാർ. ഇന്തോ ഇസ്ലാമിക വാസ്തുശില്പകലയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഗോപുരം. 1199 ദില്ലി സുൽത്താനായിരുന്ന കുത്തുബ്ദീൻ ഐബക്ക് ആയിരുന്നു ഈ മിനാറിൻ്റെ ആദ്യ നില പണി കഴിപ്പിച്ചത്. സുൽത്താൻ ഇൽത്തുമിഷ് 1229 മറ്റ് 4 നിലകളുടെ പണി പൂർത്തീകരിച്ചു. ഗോറി സാമ്രാജ്യത്തിൻ്റെ കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തും ഇത്തരത്തിലുള്ള ഗോപുരങ്ങൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്. കുത്തുബ്ദീൻ ഐബക്ക് പണിത ആദ്യ നിലയുടെ ചുവരിൽ അറബി വാചകം കൊത്തിവച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലെ 2 നിലകൾ ഒഴികെ മറ്റു നിലകളെല്ലാം ചുവന്ന മണൽക്കല്ലിൻ്റെ കട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്.
മുകളിലെ 2 നിലകൾ ഫിറോസ് ഷാ തുഗ്ലക് വെണ്ണക്കല്ലുകൾ കൊണ്ടാണ് തീർത്തിട്ടുള്ളത്. 72.5 മീറ്റർ ഉയരമുള്ള ഈ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറുന്നതിന് 399 പടികളുണ്ട്. 5 നിലകളുള്ള ഇതിൻ്റെ താഴെത്തട്ടിൻ്റെ വ്യാസം 14.3 മീറ്ററും മുകളിലെ നിലകളുടെ വ്യാസം 2.75 മീറ്ററുമാണ്. ഇടിമിന്നൽ മൂലവും ഭൂകമ്പം മൂലവും മിനാറിന് പലപ്പോഴും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ദില്ലി സുൽത്താൻമാരായിരുന്ന അലാവുദ്ദീൻ ഖിൽജി, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്, ഇബ്രാഹിം ലോധി എന്നിവരുടെ കാലത്ത് മിനാറിൻ്റെ കേടുപാടുകൾ തീർത്തിട്ടുണ്ട്. 1326 മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലത്ത് കുത്തബ് മിനാറിന് ഇടിമിന്നലേൽക്കുകയും അത് കേടുപാട് തീർത്തതായും പഴയകാല രേഖകൾ കാണിക്കുന്നു. 1368 ഇടിമിന്നലുണ്ടായ കേടുപാടുകൾ തീർത്ത് ഫിറോസ് ഷാ തുഗ്ലക്കാണ് മുകളിൽ കാണുന്ന മാർബിൾ പാളികൾ പണിയിച്ചതെന്ന് രേഖകളിൽ കാണുന്നു. 1980 വൈദ്യുതി തകരാറിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 25 കുട്ടികൾ മിനാറിനുള്ളിൽ മരിച്ചതിനെ തുടർന്ന് ഇപ്പോൾ മിനാറിനകത്തേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നില്ല. അതിനു മുമ്പ് ഇവിടെ മിനാറിന് മുകളിൽ നിന്ന് ചാടി പലരും ജീവനൊടുക്കിയിട്ടുമുണ്ട്. കുത്തബ് സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു അത്ഭുതമാണ് തുരുമ്പെടുക്കാത്ത ഇരുമ്പ് സ്തംഭം. പുരാതന ഇന്ത്യയുടെ ലോഹ സംസ്കരണ വൈദഗ്ധ്യം വിളിച്ചോതുന്ന ഒരു ചരിത്ര സ്മാരകമാണത്. ഇവിടെ ഖ്വാജ സിയാഫുഷ് എന്ന സ്ഥലത്ത് 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഇഷ്ടിക കൊണ്ടുള്ള ഒരു മിനാറിൻ്റെ അവശിഷ്ടം നിലനിൽക്കുന്നുണ്ട്. ഒരു ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു മധ്യകാല ആവാസ കേന്ദ്രത്തിനു മേൽ ഉയർത്തിയിട്ടുള്ള ഈ മിനാറും കുത്തബ് മിനാറിൻ്റെ അതേ അസ്ഥിവാര രൂപരേഖ പങ്കുവയ്ക്കുന്നു.